വേനൽക്കാലം മാറി മഴക്കാലമായല്ലേ. ചില അതിഥികളുടെ പോക്കും വരവും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. മഴ ഒന്ന് നേരിയ രീതിയിൽ കുറഞ്ഞപ്പോൾ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കാമെന്ന് കരുതി. നിരീക്ഷണം എന്നും നല്ലത് തന്നെയാണ്. അത്തരം നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടുമുട്ടിയതാണ് ദേ ഈ ചെടികൾ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതൊന്നും അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ എടുത്തങ്ങ് ChatGPT ഇട്ടു. എന്തോ ഒരു പേരൊക്കെ അതിന് പറയുന്നുണ്ടായിരുന്നു. ഈ ചെടിയുടെ പേരറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. ചില സമയം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ചില വീടിന്റെ ഇൻഡോറും ഔട്ട്ഡോറും പ്ലാന്റ് ആയിട്ട് ഇതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഔട്ട്ഡോർ ഇൻഡോർ പ്ലാന്റ്സിന് എന്താ എന്റെ വീടിന്റെ പരിസരത്ത് കാര്യം? ഇതായി പിന്നെ എന്റെ ചിന്ത. അപ്പൊ നോക്കിയപ്പോ അതിലും ഒരു വെറൈറ്റി കളർ വ്യത്യാസത്തിലും മറ്റു. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ എന്തോ വിഷച്ചെടി എന്നാ ഗൂഗിൾ പറഞ്ഞു. മോള് പറിച്ചെടുക്കാൻ ഇടയായ സാഹചര്യത്തിലാണ് അമ്മ പറഞ്ഞത് ഇതൊരു വിഷച്ചെടിയാണ്. പക്ഷെ അത് സത്യമാണ്. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണെന്ന്. നമ്മുടെ ചേമ്പിലയുടെ വലിപ്പത്തില് നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ക്യൂരിയോസിറ്റിയിൽ അന്വേഷണം കൂടുതൽ തുടങ്ങിയപ്പോഴാണ് ഇതിനൊരു പൂവും കൂടെ കണ്ടത്. നമ്മുടെ ഓർക്കിഡിനെ പോലെ വെള്ള നിറത്തിലൊരു പൂവ്. എന്തായാലും ആ പൂവിനെ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായി. ഒരു കാട്ടുചെടിക്ക് ഇത്രയും നല്ല ഭംഗിയുള്ള പൂവോ? ഇതായി അടുത്ത ചെയ്യും. അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ പൂക്കൾ? ധൃതിയിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ധൃതിയുടെ കമന്റ് ബോക്സ് എന്നും ഓൺ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.